ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. തുടർച്ചയായ 5 വിജയങ്ങളുമായി കുതിക്കുന്ന ഹൈ ഫ്ലൈയിങ് മുംബൈ ഇന്ത്യൻസ് യൂണിറ്റ്. എതിരെ വരുന്നത് 14 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് സെഞ്ചുറി മികവിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയ രാജസ്ഥാൻ റോയൽസ്. നമ്മൾ രണ്ട് ടീമുകളുടെയും ഈ സീസൺ നോക്കുകയാണെങ്കിൽ 10 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായിട്ട് രാജസ്ഥാൻ റോയൽസ് 8ാം സ്ഥാനത്താണ്. ഈ ഒരു പ്ലേസിൽ നിന്ന് പ്ലേ ഓഫ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ മാത്തമാറ്റിക്കൽ ചാൻസ് മാത്രമാണ് രാജസ്ഥാൻ റോയൽസിനുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ അവർ തോറ്റു കഴിഞ്ഞാൽ ഈ സീസണിൽ നിന്ന് ഒഫീഷ്യലി എലിമിനേറ്റ് ആവുന്ന രണ്ടാമത്തെ ടീമായിട്ട് രാജസ്ഥാൻ റോയൽസ് മാറും. അതുകൊണ്ട് ഒരു നേരത്ത ചാൻസ് ആണെങ്കിലും ഈ ടൂർണമെന്റിൽ എലൈവായിട്ട് നിൽക്കാനായിട്ട് രാജസ്ഥാൻ റോയൽസിന് വിജയം ആവശ്യമാണ്. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്താണ്. തുടർച്ചയായിട്ട് 5 വിജയങ്ങളുമായിട്ട് അവർ മികച്ച ഫോമിലാണ്. ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് കടക്കാം. 14 പോയിന്റുമായിട്ട്. ഇപ്പോൾ നെറ്റ് റൺ റേറ്റ് നല്ല മികച്ചതായതുകൊണ്ട് തന്നെ അവർ ഈ മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിൽ ടോപ്പ് വരും. അങ്ങനെ വരുമ്പോൾ തുടർച്ചയായിട്ട് 6 വിജയങ്ങളുമായിട്ട് പ്ലേ ഓഫിലേക്ക് ഒരു കാലം എടുത്തു വെക്കാൻ നമ്മുടെ മുംബൈ ഇന്ത്യൻസിന് കിട്ടുന്ന ഒരു അവസരമാണ് ഇന്നത്തെ മത്സരം. ഇനി പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന്റെ സൈഡിൽ വൈഭവ് സൂര്യവംശിയുടെ കാര്യം നമുക്ക് അറിയാം. കഴിഞ്ഞ മത്സരത്തിൽ വൈഭവിന്റെ ഒരു എക്സെപ്ഷണൽ ഇന്നിംഗ്സ് ആണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിനെ വിജയിപ്പിച്ചത്. നമുക്കറിയാം GT എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബോളിംഗ് സൈഡാണ്. എന്നാൽ അവരുടെ ബോളിങ്ങിനെ ഡെസിമേറ്റ് ചെയ്യാൻ ഇപ്പോൾ വൈഭവിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ജയ്സ്വാൾ നല്ല പിന്തുണയാണ് കൊടുത്തത്. ഇനി ജയ്സ്വാളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയ്സ്വാൾ എക്സലന്റ് ഫോമിലാണ്. അപ്പോൾ സീസൺ തുടങ്ങിയപ്പോൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും പിന്നീട് തുടർച്ചയായിട്ട് 50കൾ അടിച്ചുകൊണ്ട് ജയ്സ്വാൾ നല്ല ഫോമിലാണ്. ഇപ്പോൾ രാജസ്ഥാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറുള്ള മത്സരങ്ങളിലെല്ലാം ടോപ്പ് ഓർഡർ അവർക്ക് നല്ല രീതിയിലൊരു സ്റ്റാർട്ട് കൊടുത്തതാണ്. ഇപ്പോൾ അവർ തോറ്റുപോയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ ടോപ്പ് ഓർഡർ നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയി മത്സരം ഫിനിഷ് ചെയ്യാനോടെ കഴിയണം. ഇപ്പം 3 മത്സരങ്ങളിലാണ് ഇവരുടെ ആ ഒരു മിഡിൽ ഓർഡറിന്റെ ആ ഒരു ഇനഫിഷ്യൻസി കാരണം മത്സരം ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം കാരണം തോറ്റുപോയത്. ഇവർ ആ ബോട്ടിൽ ചെയ്ത 3 ചേസസ് ജയിച്ചിരുന്നെങ്കിൽ പോലും ഇവർ പോയിന്റ് ടേബിളിൽ ഒരു ടോപ്പ് 5ൽ കണ്ടേ. പക്ഷെ അതിനീ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഈ സീസൺ ഏറെക്കുറെ അസ്തമിച്ച് കഴിഞ്ഞു. എങ്കിലും ഒരു മികച്ച രീതിയിൽ എൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ആഗ്രഹം. നിതീഷ് റാണ ഒരു ഇൻഡിഫറൻറ്റ് ഫോമാണ്. ഇപ്പം ടച്ചിലാണോ എന്ന് വെച്ചാൽ ടച്ചിലാണ്. ചില മത്സരങ്ങളിൽ മികച്ച ഇന്നിങ്സുകൾ കളിച്ചു, എന്നാൽ ചില മത്സരങ്ങളിൽ ഫെയിൽ ആവുകയും ചെയ്തു. റിയാൻ പരാഗ് കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് തന്നെയാണ് മത്സരം ഫിനിഷ് ചെയ്തത്. ഒരു ക്യുക്ക് കമിയോ റോൾ കളിക്കാൻ റിയാൻ പരാഗിനായി. എന്നാൽ കഴിഞ്ഞ സീസണിൽ കളിച്ച റിയാൻ പരാഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു നിഴൽ പോലും ഈ സീസണിൽ നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ സീസണിൽ അറൗണ്ട് 570 റൺസാണ് നമ്മുടെ RRന് വേണ്ടി റിയാൻ പരാഗ് കളിച്ചത്. ഇപ്പോൾ ക്യാപ്റ്റൻ കൂടിയാണ്, സഞ്ജു ഇല്ലാത്ത സ്ഥിതിക്ക് ക്യാപ്റ്റൻ കൂടിയാണ്. എന്നിട്ടും ആ ഒരു പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ റിയാൻ പരാഗിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ട ഇന്നിങ്സ് RRനൊരു ശുഭസൂചനയാണെങ്കിലും ആ ഒരു ലെവലിലേക്ക് റിയാൻ പരാഗും എത്തിയിട്ടില്ല. പിന്നെ നമുക്കറിയാലോ അവരുടെ സ്ഥിരം പ്രശ്നം. ഇപ്പോൾ ജുറലിനായാലും ഹെഡ്മേറിനായാലും ഒരു നല്ല കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ജയിക്കാൻ പറ്റുന്ന കളികൾ പോലും ചോക്ക് ചെയ്ത് തോൽപ്പിച്ചിട്ടുള്ളവരാണ് ഇവർ. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ജോഫ്ര ആർച്ചറാണ്. ആർച്ചർ നല്ല ഋതത്തിൽ തന്നെയാണ് ബോൾ ചെയ്യുന്നത്. പിന്നീട് കഴിഞ്ഞ മത്സരത്തിൽ മഹേഷ് തീക്ഷണയും അത്യാവശ്യം ഡീസന്റ് ആയിട്ട് ബോൾ ചെയ്ത് 2 വിക്കറ്റൊക്കെ എടുത്തു. ബാക്കിയുള്ള ബോളേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത്ര എക്സലന്റ് ഫോമിലാണെന്ന് പറയാൻ കഴിയില്ല. ഇവരുടെ ബെഞ്ചിൽ ആകാശ് മദ്വാൾ ഉണ്ട്, പക്ഷേ ഇതുവരെ ഒരു ചാൻസ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ബോളിംഗ് യൂണിറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. യുദ്ധവീർ ചരക് വന്നു. എങ്കിലും എന്തുകൊണ്ടാണ് ആകാശ് മദ്വാളിന് ചാൻസ് കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മദ്വാൾ RR ജേഴ്സിയിൽ കളിച്ചു കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്നും അവരത് ചെയ്യുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹൈ ഫ്ലൈയിങ് യൂണിറ്റ് ആണ്. രോഹിത് ശർമ്മ ഫോമിലേക്ക് വന്നിരിക്കുന്നു. റിക്കിൾട്ടൺ റൺസ് കണ്ടെത്തുന്നുണ്ട്. സൂര്യകുമാർ യാദവ് തന്റെ ബെസ്റ്റ് ഫോമിലാണ്. അതുപോലെ വിൽ ജാക്സിന്റെ സീസണിന്റെ തുടക്കം അത്ര നന്നായിരുന്നില്ലെങ്കിലും പിന്നീട് ബോൾ കൊണ്ടായാലും ബാറ്റ് കൊണ്ടായാലും അത്യാവശ്യം ഡീസന്റ് ആയിട്ട് തിളങ്ങിയിട്ട് 2 മാൻ ഓഫ് ദ മാച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നീട് തിലക് വർമ്മ ആയാലും ഹാർദിക് പാണ്ഡ്യ ആയാലും നമൻധർ ആയാലും വേണ്ട അവസരങ്ങളിൽ അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോൾട്ട് നല്ല എക്സലന്റ് ഫോമിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിന്ന് മാത്രമായിട്ട് ബോൾട്ട് വീഴ്ത്തിയത് 7 വിക്കറ്റുകളാണ്. അതുപോലെ ബൂംറ തന്റെ ബെസ്റ്റിലേക്ക് തിരികെ വന്നിരിക്കുന്നു. ദീപക് ചാഹർ മാത്രമാണ് ഒരു ഇൻഡിഫറൻറ്റ് ഫോം. ചില മത്സരങ്ങളിൽ എക്സ്പെൻസീവ് ആവുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ മിച്ചൽ സാൻഡറിന് ചെറിയൊരു ഇൽനെസ് ആയതിനാൽ കോർബിൻ ബോഷ് ടീമിലേക്ക് വന്നു. ബോഷ് നല്ല എക്സലന്റ് പെർഫോമൻസ്, ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ബോഷിന് കഴിഞ്ഞു. പിന്നീട് സ്പിന്നിന്റെ കാര്യം പറയുകയാണെങ്കിൽ കരൺ ശർമ്മ ആയാലും ഇപ്പോൾ വിഘ്നേഷ് പുത്തൂർ കളിച്ച മത്സരങ്ങളിൽ വിഘ്നേഷ് പുത്തൂർ ആയാലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒരു ഹൈ ഫ്ലൈയിങ് യൂണിറ്റ് ആണ്. ഫോമിന്റെ കാര്യത്തിലായാലും ആ ഒരു മൊമെന്റത്തിന്റെ കാര്യത്തിലായാലും ടോപ്പിൽ നിൽക്കുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ്. അപ്പോൾ അവർ തുടർച്ചയായിട്ട് 6ാം വിജയം നേടുമോ എന്നുള്ള കാര്യമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പ്ലേ ഓഫിലേക്ക് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു കാലം എടുത്തു വെച്ചു എന്ന് തന്നെ പറയാം. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയ്പൂരാണ് മത്സരം. ഇപ്പോൾ 2023 IPL ശേഷം ആദ്യമായിട്ട് അവിടെ 200 കടക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലാണ്. എന്നാൽ ആ സ്കോർ ചേസ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആ ഒരു രീതിയിലുള്ള കുറച്ചുകൂടെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിക്കറ്റ് ആണോ അതോ ജയ്പൂരിൽ സ്ഥിരം കാണുന്ന പോലെ 185, 190 പാർ സ്കോർ ആയിട്ട് വരുന്ന ഒരു പിച്ചാണോ നമുക്ക് കണ്ടറിയണം. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് ടൂലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു കഴിഞ്ഞ ദിവസം പ്രാക്ടീസിന് ഇറങ്ങിയിരുന്നു. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ കാണുമോ എന്ന് ഉറപ്പില്ല. മിക്കവാറും ഇന്നത്തെ മത്സരം കൂടി പുറത്തിരിക്കാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ടീമിൽ വലിയ ചേഞ്ചസ് കാണുന്നില്ല. ഇനി അഥവാ സഞ്ജു ഉണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ടോപ്പ് 3യിലേക്കായിരിക്കും സ്ലോട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സെഞ്ചുറി നേടിയ വൈഭവിനെ മാറ്റാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്പർ 3യിലേക്കായിരിക്കും സഞ്ജു വരാൻ സാധ്യത. പക്ഷെ അതിനും വളരെ ഒരു റെയർ ചാൻസ് മാത്രമാണ് ഉള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ മിക്കവാറും അടുത്ത മത്സരം തൊട്ടായിരിക്കും
സഞ്ജു കളിക്കുന്നത്. എന്നാൽ തിരിച്ചു വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്പർ 3-ലായിരിക്കും കളിക്കാൻ സാധ്യത. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ മത്സരത്തിൽ മിച്ചൽ സാൻഡർ കളിച്ചില്ല. പകരം വന്ന കോർബിൻ ബോഷ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇപ്പോൾ സാൻഡർ റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആരെയായിരിക്കും അവർ ചൂസ് ചെയ്യുക എന്നത് കണ്ടു തന്നെ അറിയണം. അല്ലാതെ അവരുടെ ടീമിലും ചേഞ്ചസിന് സാധ്യത കാണുന്നില്ല. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇവിടെ ഒരു പ്ലെയറിന്റെ പേരല്ല, ഇവിടെ ഒരു കോൺടെസ്റ്റ് ആണ് ഞാൻ കാത്തിരിക്കുന്നത്. രോഹിത് ശർമ്മ വേഴ്സസ് ജോഫ്ര ആർച്ചർ. നമുക്കറിയാം ജോഫ്ര ആർച്ചർ നല്ല ഋതത്തിലാണ്. അതുപോലെ തന്നെ രോഹിത് ശർമ്മയും തന്റെ ഒരു ഫോമിലേക്ക് തിരികെ വന്നിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ 12 റൺസ് മാത്രമേ എടുത്തുള്ളൂവെങ്കിലും നല്ല ടച്ചിലായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺടെസ്റ്റ് എങ്ങനെ വരുമെന്നറിയാൻ ഞാൻ കാത്തിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുക ആരായിരിക്കും? തുടർച്ചയായ 2ാം വിജയം നേടാൻ രാജസ്ഥാൻ റോയൽസിന് കഴിയുമോ? അതോ മുംബൈ ഇന്ത്യൻസ് തുടർച്ചയായ 6ാം വിജയവുമായി പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.